ഉണ്ണി. മനുവിന്റെ നാവ് മന്ത്രിച്ചു. ഉണ്ണി അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മനു പറഞ്ഞത് കേട്ട് കൃഷ്ണനും ദേവിയും ദാക്ഷായണിയമ്മയും മൈഥിലിയും തിരിഞ്ഞു നോക്കി. മോനെ ഉണ്ണി. കൃഷ്ണൻ വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു. ഇത് വേണ്ടായിരുന്നു കൃഷ്ണമാമേ. ഒന്നും അറിയാത്ത എന്റെ അമ്മയെ എല്ലാവരും എല്ലാം മറന്നു വരുമായിരുന്നു. വീണ്ടും എന്റെ അമ്മയും എന്നെ ഒരു പരിഹാസ കഥാപാത്രമാക്കി ഈ നാട്ടുകാരുടെ മുന്നിൽ കൊണ്ട് നിർത്തണ്ടായിരുന്നു. ഇന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് അപ്പോൾ എന്റെ അമ്മയെ സംരക്ഷിക്കാൻ ചന്തു ഉണ്ടായിരുന്നു. എന്നും അങ്ങനെ ഒരാൾ ഉണ്ടാവണമെന്നില്ലല്ലോ. ഉണ്ണി അയാളെ നോക്കി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ഉണ്ണി, സത്യമായി ഈ കൃഷ്ണമാമ ഒന്നും അറിഞ്ഞില്ല. അയാൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയതയോടെ പറഞ്ഞു. മോനെ, എന്റെ മകൾ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് പറയാം. മോൻ എന്റെ മോളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? കൃഷ്ണൻ ഉണ്ണിയെ നോക്കി ചോദിച്ചു. അവൻ ഒരു നിമിഷം ഞെട്ടി. ഉള്ളിൽ ചന്തുവിന്റെ മുഖം കടന്നു വന്നു. അവൻ മനുവിനെ നോക്കി. മനു എനിക്കെന്റെ സഹോദരനെ പോലെയാണ്. അവന്റെ സഹോദരി എനിക്ക് എന്ന് സഹോദരി തന്നെയാണ്. കൃഷ്ണമാമ ഈ കാര്യം ഒഴിച്ച് വേറെ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യാം. പക്ഷെ ഇത് വേണ്ട. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ നിന്ന മൈഥിലിയും ദക്ഷായണിയമ്മയും ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും ഉണ്ണി മൈഥിലിയുടെ മുന്നിലേക്ക് വന്നു. അവൾ അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അലസമായി നിന്നു. മൈഥിലി, ഇന്ന് നീ കാരണം മുറിഞ്ഞ മനസ്സുമായി വിഷമത്തോടെ എന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് വല്ല ദേഷ്യവും ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്താൽ മതി. ഒന്നും അറിയാത്ത എന്റെ അമ്മയോട് കാണിക്കരുത്. ഈ ജന്മത്തിൽ കേൾക്കാൻ പാടില്ലാത്തത് ഒരുപാട് ആ സ്ത്രീ കേട്ടിട്ടുണ്ട്. സഹിക്കാൻ കഴിയാത്തത് പലതും സഹിക്കുന്നുണ്ട്. നിന്നെ ഒരു മകളെപ്പോലെ കണ്ടതാണ് അവർ. ആ നിന്റെ വായിൽ നിന്ന് ഇന്ന് വന്നത് ഒട്ടും ശരിയായില്ല. ഇന്ന് ഞാനത് ക്ഷമിക്കും. ഇനി ഇത് ആവർത്തിക്കരുത്. ഒരു പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായാൽ ഞാൻ ക്ഷമിച്ചുവെന്ന് വരില്ല. എനിക്ക് മറ്റാരേക്കാളും വലുത് എന്റെ അമ്മയാണ്. അവരെ വിഷമിപ്പിച്ചാൽ ഞാൻ സഹിക്കില്ല. അവരെ ഞാൻ വെറുതെ വിടുകയുമില്ല. അവളെ നോക്കി താക്കിയതിന്റെ സ്വരത്തിൽ അവൻ അത്രയും പറഞ്ഞതും അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവളൊന്ന് ഭയന്നു. അവൻ പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. വേണ്ടായിരുന്നു അച്ഛാ, ഇവളെപ്പോലെ ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആവശ്യപ്പെടരുതായിരുന്നു. അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവനെ സ്നേഹിക്കാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മനു പറഞ്ഞതും അവരെല്ലാവരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഉണ്ണിയെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ അച്ഛാ, കൃഷ്ണൻ അവിശ്വസനീയതയോടെ ചോദിച്ചതും മനു പറഞ്ഞു. ആരാ അത്? അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ നിൽക്കുന്ന രണ്ടുപേരുടെ മുന്നിൽ. ദാക്ഷായണിയെയും മൈഥിലിയെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയാൽ അത് ആ കുട്ടിക്ക് ദോഷം ചെയ്യും, പ്രത്യേകിച്ച് വേറെ കൂടി ജാതി ആയതുകൊണ്ട്. അതവൻ മനഃപൂർവ്വമായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അവരുടെ സംശയം ചന്തുവിന്റെ നേരെ വരരുതെന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയതും മൈഥിലിയും ദാക്ഷായണിയും സന്തോഷത്തോടെ തങ്ങളുടെ മുറിയിലേക്ക് പോയി. എന്നാൽ ദേവിക്ക് കൃഷ്ണന് നിരാശ തന്നെയായിരുന്നു. അതേസമയം വാമനൂർ തറവാട്ടിൽ. മോളെ ചന്തു. സരോജിനി ചന്തുവിനെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്താ അമ്മായി? മോളെ, ഇന്ന് കവലയിൽ നടന്നത് ഞങ്ങൾ അറിഞ്ഞു. നീ ഉണ്ണി ഭാർഗവന്റെ മകനാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു. നിന്നോടത് ചോദിക്കാൻ ഭാർഗവനും മിനിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓമന ഇവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്, സരോജിനി പറഞ്ഞു. വരട്ടെ അമ്മായി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് ചന്തു പറഞ്ഞു. അപ്പോഴേക്കും ഭാർഗവനും മിനി വാമനൂർ തറവാട്ടിൽ എത്തിയിരുന്നു. എവിടെ തറവാട്ടമേ നിങ്ങളുടെ കൊച്ചുമകൾ ചന്ദ്രിക? അവളെ വിളിക്ക്. ഞാൻ ഇവിടെ ഉണ്ട്. ഭാർഗവന്റെ വിളിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അങ്ങോട്ട് വന്നു. കവലയിൽ നീ എന്തൊക്കെയോ പ്രസംഗം നടത്തിയെന്ന് കേട്ടല്ലോ. ഞാനാണ് അവന്റെ തന്ത എന്നതിൽ എന്നേക്കാൾ ഉറപ്പ് നിനക്കുണ്ടോടി? ഭാർഗവൻ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ മിനി അവളെ നോക്കി പുച്ഛിച്ചു. ഈ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾക്കുണ്ടായ മകനാണ് മഹി എന്നതിനേക്കാൾ എനിക്ക് ഉറപ്പുണ്ട് ഗൗരിയമ്മയുടെ മകൻ നിങ്ങളുടെ സ്വന്തം മകനാണെന്നത്. അവളുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം മിനി വിളറി. നളിനി പുച്ഛത്തോടെ അവരെ നോക്കി. ഡി ഭാർഗവ, അത് വേണ്ട. ഇവിടെ കയറി വന്ന് എന്റെ കുട്ടിയെ നീ തൊടാൻ നോക്കിയാൽ നീ വിവരം അറിയും. ഭാർഗവൻ ദേഷ്യത്തോടെ ചന്തുവിന് നേരെ കൈപൊക്കിയതും നളിനിയമ്മയുടെ സ്വരം അയാൾക്ക് നേരെ ഉയർന്നു. പിന്നെ ഇവൾ വിളിച്ചു പറയുന്ന തോന്നിവാസം കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ? അയാളും വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞു. നീ ഇത് ആരുടെ മുന്നിലാ ഭാർഗവ വെള്ളപൂച്ച നോക്കുന്നത്? ഉണ്ണി നിന്റെ മകനാണെന്ന് നിനക്ക് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഈ നിൽക്കുന്നവളെ കെട്ടാൻ വേണ്ടി ഗൗരിയെ നിനക്ക് ഒഴിവാക്കണമായിരുന്നു. അതിനാദ്യം അവൾ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കി. ഗൗരിയെ ഒഴിവാക്കാൻ ആ ഒരു ആരോപണം മാത്രം പോരാ എന്ന് തോന്നിയപ്പോൾ അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ വേണ്ടി ഉണ്ണി നിന്റെ മകനല്ല എന്ന് നീ പറഞ്ഞുണ്ടാക്കി. ഇതല്ലേ സത്യം? ആ സത്യം ഇവൾ നടു റോട്ടിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. അതിൽ തെറ്റെന്താണ്? നളിനി മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവരെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിൽ ഭാർഗവനും മിനിയും ഒന്ന് പതറി. അതെ തറവാട്ടമ്മേ, നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവളോടാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട. ആദ്യം ഒന്ന് പതറിയെങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തതുപോലെ മിനി നളിനിയെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മിനി പറഞ്ഞു തീർന്നതും ചന്തു പുച്ഛത്തോടെ പറഞ്ഞു. ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന എന്റെ അമ്മാവൻ ചത്തുപോയാൽ അയാളുടെ സ്വത്ത് നിങ്ങൾക്കോ
നിങ്ങളുടെ മകനോ യാതൊരു അവകാശവുമില്ല. കാരണം നിങ്ങൾ അയാളുടെ ഭാര്യയല്ല. എന്താടി ഒരുമ്പട്ടോളെ നീ പറഞ്ഞത്? അവൾ പറഞ്ഞു കേട്ട് മിനി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇയാൾ മരിച്ചു പോയാൽ ഇയാളുടെ സ്വത്തുക്കളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനും യാതൊരു അവകാശവുമില്ല. കാരണം നിങ്ങൾ അയാളുടെ ഭാര്യയല്ല എന്ന് മാത്രമല്ല, നിലവിൽ നിയമപ്രകാരം ഇയാളുടെ ഭാര്യയും മകനും ഇപ്പോഴും ഗൗരിയമ്മായും ഉണ്ണിയേട്ടനും തന്നെയാണ്. കാരണം ഇവർ തമ്മിൽ ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ചന്തു അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും ഇരുവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. എന്തേ, ഞെട്ടിപ്പോയോ? എങ്കിൽ പിന്നെ ഇനി കൂടുതൽ ഞെട്ടാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അവരുടെ മുഖഭാവം കണ്ടതും വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ അവരെ നോക്കി പറഞ്ഞു. ദേ പെണ്ണെ, വെറുതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇങ്ങയുടെ ഭാര്യ തന്നെയാണ്. ഇവിടത്തെ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ഇങ്ങനെ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവൾ പറഞ്ഞതിനെ പാടെ എതിർത്തുകൊണ്ട് അവർ ഉറക്കെ പറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിയമപരമായി നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളുടെ ആ ചോദ്യത്തിൽ മിനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. കാരണം ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയോ അവരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യാത്ത പക്ഷം നിലവിൽ അവർ തന്നെയായിരിക്കും അയാളുടെ ഭാര്യ. രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും അത് അസാധുവായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നിയമപരമായി ഇയാളുടെ ഭാര്യ ഗൗരിയമ്മായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ മരിച്ചതിന് ശേഷം ഗൗരിയമ്മായും ഉണ്ണിയേട്ടനും അവകാശം സ്ഥാപിക്കാൻ വന്നാൽ നിങ്ങൾക്ക് അവരെ എതിർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അവിടെ യാതൊരു അധികാരവും ഉണ്ടാകില്ല. കോടതി വഴി അവരൊരു കേസ് നടത്തിയാൽ നിങ്ങൾക്ക് ഇയാളുടേതായ ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല. രണ്ടുപേർക്കും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, പണ്ട് അവരെ ഇറക്കി വിട്ടതുപോലെ. പിന്നെ എന്റെ മകൻ അല്ലാത്തത് കൊണ്ടാണ് അവരെ ഇറക്കി വിട്ടതെന്ന് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടി വരും. അവൾ പുച്ഛത്തോടെ പറഞ്ഞതും ഭാർഗവനും മിനി പകപ്പോടെ അവളെ നോക്കി നിന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ടാമത് വിവാഹം ചെയ്തത് ആദ്യ പങ്കാളിയെ ഡിവോഴ്സ് ചെയ്തിട്ടല്ലല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിയമത്തിന്റെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല. നിങ്ങളുടെ ആദ്യ പങ്കാളികളാണ് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ. അത് നിങ്ങൾ എത്ര നിഷേധിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഇപ്പൊ വേണമെങ്കിൽ ഗൗരവമായ ഒരു കേസ് കൊടുത്താൽ നിങ്ങൾ ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ചന്തു മിനിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാകണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആദ്യ പങ്കാളിയെ ഡിവോഴ്സ് ചെയ്ത് രണ്ടാമത് നിങ്ങൾ രണ്ടുപേരും കൂടി വിവാഹം രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇയാൾ തട്ടിപ്പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മകനും ഇയാളുടെ സ്വത്തിൽ അവകാശം കാണുള്ളൂ. ചന്തുവിന്റെ ഓരോ വാക്കുകളും മിനിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ മനസ്സിൽ ഭാർഗവൻ എന്തെങ്കിലും സംഭവിച്ച സ്വത്തുക്കളെല്ലാം ഗൗരിക്കും ഉണ്ണിക്കും കിട്ടുമെന്ന ചന്തുവിന്റെ വാക്കുകൾ മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അത് ചന്തു പറഞ്ഞത് വളരെ ശരിയാണ് മിനി. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം ചെയ്താൽ ആ വിവാഹത്തിന് യാതൊരു നിയമസാധ്യതയും കാണില്ല. ഇനി ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി അഡ്വക്കേറ്റ് ഇല്ലേ? പോയി അന്വേഷിച്ചു നോക്ക്, അയാൾ പറഞ്ഞു തരും സത്യങ്ങൾ. നളിനി കൂടി പറഞ്ഞതോടെ മിനി ആകെ പരിഭ്രമിച്ചു. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ മനുഷ്യ, മിനി ഭാർഗവനെ നോക്കി പറഞ്ഞുകൊണ്ട് അയാളെയും കൂട്ടി വേഗം കാറിലേക്ക് കയറി അവിടെ നിന്ന് തിരിച്ചുപോയി. മല പോലെ വന്നത് എലി പോലെ പോയി. ചന്തു അച്ചമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് തങ്ങളെ നോക്കി നിൽക്കുന്ന ഓമനയെ കാണുന്നത്. അവളുടെ നോട്ടം കണ്ടതും അവർ ഒന്ന് പരിങ്ങി. മൂപ്പിച്ചു കൊടുത്ത അത്ര പോരായിരുന്നു. ഓമനയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചന്തു തന്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് വൈകുന്നേരം ഉണ്ണി ചന്തുവിനെ ഫോണിലൂടെ വിളിച്ച് നാളെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനവൾ സമ്മതത്തോടെ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മനു ചന്തുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഭാർഗവൻ ഉണ്ണിയുടെ വീട്ടിലേക്ക് ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ പറഞ്ഞയച്ചിരുന്നു എന്നും വക്കീലുമായുള്ള കശപിശയിൽ ചന്തുവിന്റെ വായിൽ നിന്നാണ് സ്വത്തിന്റെ കാര്യങ്ങൾ മിനി അറിഞ്ഞതെന്നും ഉണ്ണിക്ക് ബോധ്യമായെന്നും മനു ചന്തുവിനോട് പറഞ്ഞു. അതിനെപ്പറ്റി ചന്തുവിനോട് ചോദിക്കാൻ വേണ്ടിയാണ് അവൻ അവളെ വിളിക്കുന്നതെന്ന് മനു പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. കാര്യങ്ങൾ അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ആ വൈകുന്നേരം അവൾ ആ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വരുന്നതിൽ അവൾ അതിയായി സന്തോഷിച്ചു. പിറ്റേന്ന് ചന്തു രാവിലെ തന്നെ ഉണ്ണിയുടെ വീട്ടിലെത്തി. അവളെ കണ്ടതും അവൻ മുണ്ടു മുറുക്കി ഉടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് വീടിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി. ഉണ്ണിയുടെ വീട് കൈ വേദനിക്കുന്നു. വേദനിക്കാൻ തന്നെയാ പിടിച്ചത്. അവൾ പറഞ്ഞത് കേട്ട് അവൻ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും ദേഷ്യപ്പെടാനും മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത്? അവൾ അവൻ പിടിച്ച കൈ പതിയെ തടവിക്കൊണ്ട് ചോദിച്ചു. എന്താ കാര്യമെന്ന് നിനക്ക് അറിഞ്ഞൂടെ ചന്തു? നീയല്ലേ അവരെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് ഇളക്കി വിട്ടത്? കുറെ കാലമായിട്ട് സമാധാനമുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും അത് നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ എന്താവശ്യമായിരുന്നു ചന്തു? മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ. ഉണ്ണി അവളെ നോക്കി നീരസത്തോടെ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ ഉണ്ണിയേട്ടാ. എനിക്ക് വേണ്ടിയോ? അവൾ പറഞ്ഞത് കേട്ട് അവൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഗൗരി അമ്മായിക്ക് കൂടി വേണ്ടിയും. അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ഉണ്ണിയേട്ടൻ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുകയാണോ? ഗൗരിയമായി അനുഭവിക്കുന്ന മാനക്കേട്. പിന്നെ എത്ര പ്രാവശ്യം ഉണ്ണിയേട്ടൻ തന്തയില്ലാത്തവൻ എന്ന വിളി കേൾക്കുന്നു? ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം പിതൃത്വം തെളിയിക്കണം എന്ന് ഉണ്ണിയേട്ടന് തോന്നിയിട്ടില്ലേ? ചന്തുവിന്റെ ഓരോ വാക്കുകളും അവനെ ഞെട്ടിച്ചു.
അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മേലിൽ നീ ഈ കാര്യത്തിൽ ഇടപെടരുത് ചന്തു. ഉണ്ണി, താക്കീതിന്റെ സ്വരത്തിൽ അവൻ ചന്തുവിനെ നോക്കി പറഞ്ഞതും പെട്ടെന്ന് പിന്നിൽ നിന്നും ഗൗരിയുടെ സ്വരം ഉയർന്നു കേട്ടു. ഉണ്ണിയും ചന്തു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവളെ വിടു ഉണ്ണി. അമ്മേ, ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞതും ഉണ്ണി അവളെ നോക്കി എന്തോ പറയാൻ തുടങ്ങി. നീ ഒന്നും പറയണ്ട ഉണ്ണി, മര്യാദയ്ക്ക് അവളെ വിടാനാ പറഞ്ഞത്. അപ്പോഴേക്കും ഉണ്ണി അവളുടെ കൈ വിട്ടിരുന്നു. അമ്മ, ഇവൾ പറഞ്ഞത് കേട്ടോ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഗൗരിയുടെ ഭാവം കണ്ടതും അവൻ പറഞ്ഞു. അവൾ പറഞ്ഞാൽ എന്താടാ തെറ്റ്? എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഈ പേരുദോഷം മുഴുവൻ കേൾക്കുന്നത്? തെറ്റ് ചെയ്തത് അവർ, എന്നാൽ പഴി കേൾക്കുന്നതോ നമ്മളും. ഇനിയും എനിക്കിതൊന്നും അനുഭവിക്കാൻ വയ്യ. ഓരോരുത്തർക്കും ഓരോ മറുപടി കൊടുത്ത് മടുത്തു. വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ അവർ പൊട്ടിത്തെറിച്ചു. ഗൗരിയുടെ വാക്കുകൾ കേട്ടതും ഉണ്ണി പകപ്പോടെ അവരെ നോക്കിപ്പോയി. നമ്മൾ എത്രയൊക്കെ അവകാശം പറഞ്ഞാലും അയാൾ എന്റെ പിതൃത്വം അംഗീകരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവരുടെ വാക്കുകൾ കേട്ട് പകച്ചു പോയവൻ അല്പനേരം കഴിഞ്ഞതും അവരെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. അയാൾക്ക് അംഗീകരിക്കേണ്ടി വരും. അതിനു വേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നീ വാ മോളെ ചന്തു. അതും പറഞ്ഞ് ഗൗരി അവളെയും വിളിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഉണ്ണി അവിടെ തന്നെ നിന്നു. ശേഷം ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവനും അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ചന്തു ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ ഉണ്ണി അവളുടെ അടുത്ത് വന്നിരുന്നു. താൻ വന്നിട്ട് തന്നെ നോക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് അവൻ ഒരു ചിരിയോടെ അവളെ നോക്കി. അവളുടെ വീർപ്പിച്ച കവളിൽ ചുണ്ടുവിരൽ കൊണ്ട് അവൻ ഒരു കുത്തുവെച്ചു കൊടുത്തു. ചന്തു അവനെ കൂർപ്പിച്ചു നോക്കിയതും അവനൊന്ന് ചിരിച്ചു കാണിച്ചു. അവന്റെ ചിരി അവളിലും പുഞ്ചിരി നിറച്ചു. സോറി. ഒരു സോറിയൊന്നും പോരാ, അവൻ പറഞ്ഞതും അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ 2 മുഴം മുല്ലപ്പൂ വേണം. നാളെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. വാങ്ങിക്കൊണ്ട് വരാം. അവൾ പറഞ്ഞത് കേട്ട് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് പറ്റില്ല, ഇത് എന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാ. അതുകൊണ്ട് തൊടിയിൽ നിന്നും മുല്ലമൊട്ട് പറിച്ച് അത് കോർത്ത് കെട്ടി എനിക്ക് കൊണ്ട് തരണം. ചന്തു പറഞ്ഞു. അമ്പോ, ഈ ശിക്ഷ കുറച്ച് കൂടിപ്പോയില്ലേ? ഉണ്ണി കള്ളച്ചിരിയോടെ പറഞ്ഞതും ചന്തു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അങ്ങ് പോകാതെ ഇവിടെ ഇരിക്കേ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. ശേഷം അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളോട് ചേർന്നിരുന്നു. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് വേറൊന്നും കൊണ്ടല്ല ചന്തു. ഇനിയും അവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും എനിക്ക് താല്പര്യമില്ല. അത്രയ്ക്കും വെറുപ്പാണ് എനിക്കവരെ. ഒരുപാട് പരിഹാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്റെ അമ്മ. ഇപ്പോൾ എല്ലാവരും എല്ലാം മറന്നു വരുമായിരുന്നു. പക്ഷേ ഈ ഡിവോഴ്സ് കൂടി കേട്ട് നാട്ടുകാർ വീണ്ടും പഴയതുപോലെ ഓരോന്ന് പറയാൻ തുടങ്ങും. ഒരിക്കൽ കൂടി അന്ന് അനുഭവിച്ചതൊക്കെ വീണ്ടും അനുഭവിക്കാൻ വയ്യ. ഉണ്ണി തല കുമ്പിട്ടിരുന്നു കൊണ്ട് പറഞ്ഞു. ഇനിയും അതൊന്നും ഒരിക്കലും കേൾക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഡിവോഴ്സിന്റെ കാര്യം എടുത്തിട്ടത്. അന്ന് ആൾക്കൂട്ടത്തിനിടെ ഗൗരി അമ്മായി തല കുനിച്ച് അപമാനിതയായി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല ഉണ്ണേട്ടാ. അപ്പോൾ ഈ 15 വർഷവും മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ നിന്നപ്പോൾ അമ്മായി എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവണം, എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവണം ആ പാവം. അതിനൊരു അന്ത്യം വേണ്ടേ? തന്തയില്ലാത്തവൻ എന്ന വിളി ഇനി ഒരിക്കലും കേൾക്കാതിരിക്കേണ്ട ഉണ്ണിയേട്ടന്. അതിന് എന്റെ മുന്നിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. ഡിവോഴ്സ് പെറ്റീഷനിൽ അമ്മായി സൈൻ ചെയ്യണം. പക്ഷെ നമ്മൾ പെറ്റീഷൻ അയാളുടെ വക്കീലിലൂടെയല്ല ഫോർവേഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വക്കീലിനെ വെക്കും. അദ്ദേഹം മുഖാന്തരം നമ്മൾ കേസ് കോടതിയിൽ വാദിക്കും. എന്തുകൊണ്ട് ബന്ധം വേർപ്പെടുത്തണമെന്ന് കോടതി ചോദിച്ചാൽ ഉറപ്പായും ഉണ്ണിയേട്ടന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ ഉണ്ണിയേട്ടന്റെ പിതൃത്വം നിഷേധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, DNA ടെസ്റ്റ്. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ ഒരു സ്ത്രീ കോടതി മുഖാന്തരം ആവശ്യപ്പെട്ട ഉറപ്പായും കോടതി അത് മുഖവിലേക്ക് എടുക്കാതിരിക്കില്ല. അതിലൂടെ കോടതിയിൽ വെച്ച് ഉണ്ണിയേട്ടന്റെ ബയോളജിക്കൽ ഫാദർ അയാളാണെന്ന് നമ്മൾ തെളിയിക്കും. പിന്നെ ഒരാൾക്കും അമ്മായിക്കെതിരെയോ ഉണ്ണിയേട്ടനെതിരെയോ ഒന്നും പറയാൻ സാധിക്കില്ല. ഈ 15 വർഷം അനുഭവിച്ചതൊക്കെ അതോടെ തീരും. കേട്ടപ്പോൾ ഉണ്ണിക്കും അത് ശരിയാണെന്ന് തോന്നി. മറ്റൊരു വക്കീൽ മുഖാന്തരം നമ്മൾ ഇന്ന് തന്നെ ഡിവോഴ്സ് നോട്ടീസ് ഫോർവേഡ് ചെയ്യുന്നു. അച്ഛമ്മയുടെ പരിചയത്തിലുള്ള ഒരു ലേഡി അഡ്വക്കേറ്റ് ഉണ്ട്. അവരെ നിങ്ങൾ 2 പേരും കൂടെ ഇന്ന് തന്നെ പോയി കാണണം. അവൾ പറഞ്ഞത് കേട്ട് ഉണ്ണി ഒന്ന് മൂളി. അങ്ങനെ അന്ന് തന്നെ ഉണ്ണിയും ഗൗരിയും കൂടി മറ്റൊരു വക്കീൽ മുഖാന്തരം ഡിവോഴ്സ് നോട്ടീസ് ഫോർവേഡ് ചെയ്തു. ഡിവോഴ്സ് നോട്ടീസിൽ ഗൗരി ഒപ്പുവെച്ചു എന്ന് അറിഞ്ഞതും മിനി സന്തോഷിച്ചു. ഇനി തന്റെ മുൻ ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് വാങ്ങണം എന്ന ചിന്തയോടെ അവർ അയാളെ അന്വേഷിച്ചു പോയി. എന്നാൽ അവിടെ മിനിക്ക് തിരിച്ചടി കിട്ടി. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത തന്റെ മുൻ ഭർത്താവ് ജയരാജനെ കാണാനായി വലിയ കാറിൽ ആഡംബരത്തോടെ പോയപ്പോൾ പണ്ട് അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നൊരു വലിയ മണിമാളിക കണ്ട് അവർ ഒന്ന് ഞെട്ടി. ഇനി തനിക്ക് വീട് മാറിപ്പോയോ എന്ന സംശയത്തിൽ അവർ അവിടെ ഇരുന്ന സെക്യൂരിറ്റിയോട് ജയരാജനെ കുറിച്ച് ചോദിച്ചു. അയാളിൽ നിന്നും തന്റെ മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടതും അവർക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി. അതേ നഷ്ടബോധത്തോടെ തന്നെ മിനി അകത്തേക്ക് ചെന്നതും അവിടേക്കൊരു ലേഡി എംപ്ലോയി വന്ന് അവരോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. മിനി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞതും ആ പെൺകുട്ടി അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും അവൾ തിരികെ വന്നു. സാർ പറഞ്ഞു ആ ഡിവോഴ്സ് നോട്ടീസ് തന്നിട്ട് പൊക്കോളാൻ, ഒപ്പിട്ട് ഞങ്ങളുടെ അഡ്വക്കേറ്റ് വഴി കോടതിയിൽ എത്തിച്ചോളാമെന്ന്.
എനിക്ക് അദ്ദേഹത്തെ കാണണം. അവർ അവളെ നോക്കി ഗർവോടെ പറഞ്ഞു. അത് നടക്കില്ല. സാറിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് വേണം. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ആ പെൺകുട്ടി ചോദിച്ചത് മിനി പറഞ്ഞു. ആ, അപ്പോ പിന്നെ അത് പറ്റില്ല. എന്തായാലും നിങ്ങൾ ആ ഡിവോഴ്സ് നോട്ടീസ് തന്നേക്ക്. ഇപ്പോൾ തന്നാൽ ഇന്ന് തന്നെ ഇത് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാലേ നടക്കുള്ളൂ. സാർ ഇന്ന് നൈറ്റ് അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയോ? അവൾ പറഞ്ഞു കേട്ട് മിനി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, സാറിന് അവിടെ ഒരു കമ്പനിയുമായി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ആ കുട്ടി പറഞ്ഞത് മിനി ആ ഫയൽ അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം തന്റെ കാറിലേക്ക് കയറുമ്പോൾ കണ്ടു കോട്ടും സ്യൂട്ടും ധരിച്ച് ബെൻസ് കാറിൽ കയറി പോകുന്ന ജയരാജനെ. താൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്ന് ഓർത്തതും അവരുടെ മുഖം ഇരുണ്ടു. പണ്ട് താൻ ഇറങ്ങിപ്പോകാൻ നേരം തന്റെ കാല് പിടിച്ച് കരഞ്ഞ മനുഷ്യനെ അവൾക്ക് ഓർമ്മ വന്നു. ആ നിമിഷം വല്ലാത്തൊരു നഷ്ടബോധത്തോടെ അവൾ അവിടെ നിന്ന് തിരികെ പോന്നു. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. കോടതിയിൽ 2 കേസും വന്നു. അതിന്റെ ഫസ്റ്റ് ട്രയലും കഴിഞ്ഞു. അതേസമയം മനുവിന്റെ വീട്ടിൽ മൈഥിലിയുടെ വിവാഹത്തെ സംബന്ധിച്ച് വലിയൊരു വഴക്ക് നടക്കുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ വിവാഹം മതി. മൈഥിലി കൃഷ്ണന്റെയും മനുവിന്റെയും ദേവിയുടെയും മുന്നിൽ വാശി പിടിച്ച് പറയുന്നത് കേട്ട് ദാക്ഷായണിയമ്മ അവരെ നോക്കി പുച്ഛിച്ചു. മൈഥിലി, ആദ്യം നീ പഠിച്ച് ഡിഗ്രി എഴുതിയെടുക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് പോരെ കല്യാണം. നിനക്ക് 21 വയസ്സായിട്ടേ ഉള്ളൂ. പഠിച്ചൊരു ജോലിയൊക്കെ നേടണ്ടേ? മനു അവളോട് ചോദിച്ചു. പിന്നെ ജോലി? അമ്മയോ അച്ഛമ്മയോ ഒക്കെ ജോലി ഉണ്ടായിട്ടാണോ ജീവിക്കുന്നേ? അങ്ങനെ ചോദിക്കുമോളെ. അല്ലെങ്കിലും തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങൾ ജോലിക്കെന്നും പറഞ്ഞ് അഴിഞ്ഞാടാൻ പോകില്ല. ദാക്ഷായണിയമ്മ എരിവ് കയറ്റാൻ എന്ന പോലെ പറഞ്ഞു. അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടേണ്ട. നോക്ക് മൈഥിലി, ഞാൻ ജോലിയില്ലാത്തതും ജീവിക്കുന്നില്ലേ എന്നല്ലേ നീ ചോദിച്ചത്? ജോലിയില്ലാത്തത് കൊണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്ന് നിനക്കറിയോ? ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ നിന്റെയും നിന്റെ ഏട്ടന്റെയും പഠിത്തത്തിന്റെ ചിലവും പിന്നെ ഭക്ഷണം, തുണി, അങ്ങനെ മറ്റു ചിലവുകളുമായി ഈ വീടിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ ഞാനൊരു 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് നിന്റെ അച്ഛന് ഒരു സഹായമായിരുന്നേനെ എന്ന്. ഈ നിൽക്കുന്ന നിന്റെ അച്ഛമ്മ പഠിത്തമല്ല വിവാഹ ജീവിതമാണ് വലുതെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചു. ഒരു ജോലിക്ക് പോകണമെന്ന് തോന്നിയപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചില്ല. സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം കയ്യിൽ പണമുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ജീവിക്കാൻ ഒരു ധൈര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആദ്യം ഡിഗ്രി എഴുതിയെടുക്കാൻ നോക്ക്. അപ്പോഴേക്കും നിനക്ക് ഇനിയും നല്ല വിവാഹാലോചനകൾ വരും. ദേവി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നെ കൊണ്ടൊന്നും വയ്യ ഇനി പഠിക്കാൻ. അമ്മ പറഞ്ഞത് അമ്മയുടെ ജീവിതത്തിന്റെ കാര്യം. എന്നാൽ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ്. കോടീശ്വരന്റെ ഭാര്യയെ എനിക്ക് സുഖിച്ച് ജീവിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനു സ്വന്തമായിട്ട് ജോലി നോക്കണം? മൈഥിലി പുച്ഛത്തോടെ പറഞ്ഞു. അത് തന്നെ മോളെ, നിന്റെ അമ്മയ്ക്കില്ലാത്ത വിവരവും ബുദ്ധിയും എന്റെ പേരക്കുട്ടിക്കുണ്ട്. ദാക്ഷായണിയമ്മ പറയുന്നത് കേട്ട് മൈഥിലി അഭിമാനത്തോടെ തന്റെ അമ്മയെ നോക്കി. കഷ്ടം, മനു അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഈ വിവാഹം നടത്തി തരുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. മൈഥിലി പറഞ്ഞു. നീ ഏത് വഴി നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്? അവൾ പറഞ്ഞത് കേട്ട് കൃഷ്ണൻ ചോദിച്ചു. അച്ഛൻ ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ അച്ഛമ്മ എനിക്ക് ഈ വിവാഹം നടത്തി തരും. മൈഥിലി കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം കൃഷ്ണൻ അവളെ നോക്കി. ഇവൾ ജനിച്ച അന്ന് മുതൽ മനസ്സിൽ കണ്ട സ്വപ്നമായിരുന്നു തന്റെ മകളുടെ വിവാഹം. അവൾക്ക് പറ്റിയ അനുയോജ്യനായ ഒരു ചെറുക്കനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തുക. എന്നാൽ ഇന്ന് തന്റെ മുഖത്ത് നോക്കി അച്ഛൻ ഇല്ലെങ്കിലും താൻ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുമെന്ന് അവൾ പറയാതെ പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം അവളുടെ ജീവിതത്തിൽ അച്ഛനായി തനിക്ക് ഒരു വിലയുമില്ല എന്നല്ലേ? അയാൾ മനസ്സിലോർത്തു. ഡി, അച്ഛനോട് നീ ഇങ്ങനെയാണോടി പറയുന്നത്? തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചതറിഞ്ഞതും ദേവി മകളുടെ നേരെ കൈ ഉയർത്തി. ദേവി വേണ്ട. കൃഷ്ണൻ ദേവിയെ തടഞ്ഞു. മോളെ, നീ ജനിച്ച അന്ന് മുതൽ ഞാൻ സ്വപ്നം കണ്ടതാണ് നിന്റെ വിവാഹം. നിന്നേക്കാൾ ഏറെ നിന്റെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പണം സ്വരൂപിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ നീ ഇപ്പോൾ പറഞ്ഞത് ഞാനില്ലെങ്കിലും നിന്റെ അച്ഛമ്മ നിന്റെ വിവാഹം നടത്തി തരുമെന്നല്ലേ? അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഈ അച്ഛൻ അത്ര വിലയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വിവാഹം വേണ്ട എന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ കൊക്കിന് ഒതുങ്ങുന്നത് ആഗ്രഹിക്കാവൂ. ഈ പറഞ്ഞ ചെക്കനെ അവന്റെ കുടുംബത്തെയും പറ്റി ഞാൻ അന്വേഷിച്ചു. അവരൊക്കെ വലിയ സ്ഥിതിയുള്ളവരാണ്. ആ ചെക്കൻ അമേരിക്കയിൽ പോയി MBA പഠിച്ചവനാണ്. നീ നിന്റെ പഠിത്തത്തിന്റെ യോഗ്യത എന്താണെന്ന് നോക്ക്. +2 അല്ലേ നിനക്കുള്ളൂ? ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത നിന്നെ അവൻ ഏത് രീതിയിലായിരിക്കും കാണുക? പിന്നെ അവരെ പോലെ കോടികളൊന്നും നമ്മുടെ കയ്യിലില്ല. അവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് വിവാഹം നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. കൃഷ്ണൻ പറഞ്ഞു. പിന്നെ ഏത് നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചാ നിനക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സാധിക്കുക? ആ തന്തയില്ലാത്തവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചോ? കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ദാക്ഷായണിയമ്മ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറഞ്ഞു. കൃഷ്ണനും ദേവിയും മനുവും അവരെ ദേഷ്യത്തോടെ നോക്കി. എന്നാലും നീ എന്തൊരു അച്ഛനാണ് കൃഷ്ണ? നിന്റെ മകൾക്ക് കോടീശ്വര കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നപ്പോൾ നീ അത് മുടക്കാൻ നോക്കുന്നു. നല്ല തറവാട്ടുകാരാണ്. പയ്യന് നല്ല വിദ്യാഭ്യാസവും വരുമാനവും ഉണ്ട്. എന്നാൽ നീ ഇവൾക്ക് വേണ്ടി കണ്ടുപിടിച്ചവനോ നിന്റെ ജാരസന്തതിയാണെന്ന് നാട്ടിൽ അറിയപ്പെടുന്നവൻ, തന്തയില്ലാത്തവൻ, ഒരു ജോലി പോലും ഇല്ലാതെ ബിസിനസ് എന്നും പറഞ്ഞ് കടം കയറി നിൽക്കുന്നവൻ. നിനക്ക് നിന്റെ മകളോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, നീ അവളുടെ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആലോചന നീ നടത്തി കൊടുത്തേനെ. ദാക്ഷായണിയമ്മ പറഞ്ഞു.
നടത്തി കൊടുക്കാൻ അവർ ചോദിക്കുന്ന പണ്ടവും പണവും എന്റെ കയ്യിലില്ല. അവരോട് ചേർന്ന് നിൽക്ക തറവാടിത്തവും ഞങ്ങൾക്കില്ല. കൃഷ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞങ്ങൾക്കില്ല എന്നല്ല, നിനക്കില്ലെന്ന് പറ. മേലിപ്പറമ്പിലെ ദാക്ഷായണിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൊന്നും പണവും ഉണ്ട്. ഞാൻ നടത്തി കൊടുക്കും ഈ വിവാഹം. പിന്നെ ഈ വിവാഹാലോചന കൊണ്ടുവന്നത് ഞാനാ. ഈ പറഞ്ഞവർ എന്റെ അമ്മ വീട്ടുകാരായി വരും. നിന്റെ മകൾക്കല്ല അവര് വിവാഹാലോചന കൊണ്ടുവന്നത്, മേലിപ്പറമ്പിലെ ദാക്ഷായണിയുടെ കൊച്ചുമകൾക്കാണ്. എന്റെ തറവാടിത്തം കണ്ട് അവരുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് ഈ ആലോചന. നിന്റെ മകളുടെ വിവാഹം നടത്താൻ നിനക്ക് പ്രാപ്തിയില്ലെങ്കിൽ പറ, ഞാൻ നടത്തി കൊടുത്തോളാം. ദാക്ഷായണിയമ്മ അഹങ്കാരത്തോടെ പറഞ്ഞു. അച്ഛൻ കേട്ടല്ലോ, എനിക്ക് ഈ വിവാഹം മതി. എന്റെ ഇഷ്ടം നോക്കാതെ അച്ഛൻ ആ തന്തയില്ലാത്തവനുമായി എന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ച സത്യമായിട്ട് ഞാൻ ചാവും. മോളെ, അവൾ പറഞ്ഞത് കേട്ട് കൃഷ്ണൻ വേദനയോടെ വിളിച്ചു. അച്ഛൻ വിളിക്കണ്ട, ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. അച്ഛൻ ഈ വിവാഹം എനിക്ക് 3 മാസത്തിനുള്ളിൽ നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ ഉമ്മർത്ത് കെട്ടി തൂങ്ങിച്ചാവും. വെറുതെ പറയുന്നതല്ല, ചാവും എന്ന് പറഞ്ഞാൽ ചാവും. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലി മുറിയിലേക്ക് പോയി. അവരെ നോക്കി പുച്ഛിച്ച് ദാക്ഷായണിയമ്മയും അവളുടെ പിന്നാലെ പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിൽപ്പെട്ടതുപോലെ ദേവിയും കൃഷ്ണനും മനു വേദനയോടെ നിന്നു.